അങ്ങനെ നമ്മുടെ അജയും ഭൂമിയും കൂടി ഒരുമിച്ച് മഹാലക്ഷ്മിയുടെ മുന്നിൽ വിളക്കെടുക്കുകയാണ്. ആരതി ഒഴിയാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന അഞ്ജനയും അജയും കൂടി ചെയ്യാൻ വേണ്ടിയിരുന്ന ആ ചടങ്ങ് അവര് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും അഞ്ജനയ്ക്ക് ഒരു പാഴ്ച സംഭവിക്കുന്നു. അങ്ങനെ ഭൂമി വരികയാണ് അഞ്ജനയുടെ സ്ഥാനത്ത്. അങ്ങനെ ഭൂമിയും അജയും കൂടി എന്ത് ചെയ്യുന്നു? രണ്ടുപേരും കൂടെ ഒരുമിച്ച് മഹാലക്ഷ്മിയുടെ മുന്നിൽ, ദേവിയുടെ മുന്നിൽ ആരതി ഒഴിയുന്നു. ഇനി ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കണം, ഇവർ രണ്ടുപേരുമാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുള്ള ദേവി തന്നെ ഉത്തരവിട്ട് കഴിഞ്ഞു. അതാണ് ഇനി നടക്കാൻ പോകുന്ന എപ്പിസോഡുകൾ. എൻ്റെ പൊന്നെ, ആ സമയത്ത് രോമാഞ്ച കഞ്ചുകമായിട്ടുള്ള കുറേ കല്യാണ ബീജിയംസ് ഒക്കെ ഇടുന്നുണ്ട്. പൊള്ളി തന്നെ വേറെ ലെവൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജന ഭൂമിയുടെ അടുത്തടി, നീ ഒരു തന്ത ഇല്ലാത്തവളാണ്, നിന്റെ തന്ത ഉണ്ടെങ്കിൽ അഥവാ ഒരു ചെറ്റയാണെന്ന് പറയുമ്പം അടിച്ച് പുകയ്ക്കുന്നുണ്ട് ഭൂമി. അവളുടെ കാരണം അവിടെ കവാലക്കുറ്റി നോക്കി പൊളക്കണ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മുടെ അജയ് വരുന്നുമുണ്ട്. നീ വീട്ടിൽ കയറി തല്ലാൻ തുടങ്ങിയോടി, എന്നെ തലടി എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ആയാലും കാരണം ഞാൻ അടിച്ചു പോയിക്കുമെന്ന് നമ്മുടെ അജയോട് രണ്ട് മാസ് ഡയലോഗ് അടിച്ച് ഭൂമി ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ അച്ചുവേട്ടന് മനസ്സിലാകുന്നു ഭൂമി ഏതാണ്ട് സത്യങ്ങളെല്ലാം സത്യത്തിന്റെ തൊട്ടടുത്തെത്തി, വൈകാതെ തന്നെ നമുക്ക് ഭൂമിയെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഓർമ്മയിൽ തന്നെയാണ് അവര് മുന്നോട്ട് പോകുന്നത്. ഭൂമി കുറെ കാര്യങ്ങളൊക്കെ ഭൂമിക്ക് റിലേറ്റ് ആവുന്നുണ്ട്. മുത്തശ്ശിയുടെയും സംഗീതയുടെയും ഒക്കെ മനസ്സിൽ കൂടുതൽ ഭൂമി ഇടം പിടിക്കുന്നുണ്ട്. അജയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭൂമിയുടെ മുന്നിൽ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുവാണ്. ഭൂമി ആരതി ഒഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. വീടിന്റെ ഐശ്വര്യം ഭൂമി തിരിച്ചു കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം. അജയുടെയും ഭൂമിയുടെയും ജൂൺ 22 എപ്പിസോഡ് 17 വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. പ്രൊമോയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ മറ്റൊരു ചാനലിലാണ് മൂൺലൈറ്റ് മീഡിയ പ്രൈമില്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോയിൽ അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ കഥ അതിനകത്തോട് അറിയാൻ പറ്റും. ഓക്കെ, പ്രൊമോ വെച്ച് ഡീകോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആരതി ഒഴിയാനായിട്ട് തുടങ്ങുവാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ അച്യുതനോട് ഇങ്ങനെ ഓടി വരുന്നു, ഇങ്ങനെ ഭൂമി നോക്കിയൊക്കെ നിൽക്കുകയാണല്ലോ. ആ സീനല്ല പിന്നീട് കാണിക്കുന്നത്. പൂജ നടക്കുന്നു. അപ്പൊ മഹാലക്ഷ്മിക്ക് ഇനിയിപ്പോൾ വിളക്കെടുത്ത് താലം ആരതി ഒഴിയേണ്ട സമയമാണ് എന്നിങ്ങനെ തിരുമേനി പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ്, ഭൂമി മോള് പോയി ആ വിളക്കെടുത്തിട്ട് വാ എന്നിങ്ങനെ പറയുക. അങ്ങനെ ഭൂമി വന്ന് വിളക്കെടുത്തുകൊണ്ട് കൊടുക്കുവാണ്. അങ്ങനെ 3 തവണ ആരതി ഒഴിയണം, നിർത്താതെ വേണം ആരതി ഒഴിയാനായിട്ട്. അതിനിടയിൽ നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു അപശകുനം തന്നെ സംഭവിക്കും. വാങ്ങിയ ആൾക്കാർ ആരാണോ അവരത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് സംഗീതയുടെയും മാധവന്റെയും കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ 3 തവണ ഒഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയണം, അമ്മ എനിക്കും അജയ്ക്കും കൂടി അതൊന്ന് ഒഴിയണം എന്നുണ്ട് ആരതി, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയാണ്, നീ മുത്തശ്ശിയോടൊന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നമ്മുടെ അഞ്ജന ചോദിക്കണം, മുത്തശ്ശി എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, എനിക്കും അജയ്ക്കും കൂടി എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് അജയ് അത് കേട്ട്, അയ്യോ അതൊന്നും വേണ്ട, ഇത് കല്യാണം കഴിച്ചവർ തമ്മിൽ ഒഴിയുന്നതല്ലേ, അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നില്ലേ, തിരുമേനി എന്ത് പറയുന്നു അതുപോലെ. ചിലപ്പോൾ തിരുമേനി പറയാണ്, ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പൊ അതുകൊണ്ട് ഒഴിയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് അജയ് പറയണേ, എനിക്കിതിൽ താല്പര്യമില്ല, ആവശ്യമില്ലാത്ത ഓരോരോ ആചാരങ്ങളും എടുത്ത് വെച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം പറയാണ്, എടാ നീ അത് ചെയ്യ്, കല്യാണം താലി കെട്ടാണെന്നും അല്ലല്ലോ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഭൂമിയും സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അജയും അഞ്ജനയും കൂടെ എന്ത് ചെയ്യാണ്, ആരതി ഒഴിയാനായിട്ട് തുടങ്ങുകയാണ്. ഒരു തവണ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജനയുടെ ഫോണിൽ എന്ത് ചെയ്യുന്നു, ഒരു കോൾ വരുന്നു. റോയി എന്ന് പറയുന്ന ഒരാൾ ഫോൺ വിളിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഫോണിലേക്ക് നോക്കി ശ്രദ്ധ പോകുമ്പോഴത്തേക്കും ആരതി തട്ടം ഇങ്ങനെ മറഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ അത് താങ്ങി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമി പെട്ടെന്ന് കണ്ടുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് ആരതി ഇങ്ങനെ ഒഴുകുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടുന്നു. അജയും മെഴുങ്ങസ്യ ഭാവം. അങ്ങനെ അവർ രണ്ടുപേരോട് എന്ത് ചെയ്യുന്നു, 3 തവണ ആരതി ചുറ്റി വരികയാണ്. അന്നേരം ഒരു ബീജം ഉണ്ട്, പൊന്നു മക്കളെ, കലക്കുന്നൊരു ബീജം അന്നേരം അവിടെ ഇട്ടിട്ടുണ്ട്. ഭൂമിയുടെ അടുത്ത് ഭവാനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്, അഞ്ജനയ്ക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നു. എന്നിട്ട് പെട്ടെന്ന് ആരതി കംപ്ലീറ്റ് ആക്കി ഉടനെ മുത്തശ്ശിയുടെ അടുത്ത് ഭൂമി പറയാണ് സോറി എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ഭവാനി കുതിച്ചോണ്ട് ചാടുവാണ്. എന്ത് സോറി, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത്, നീ ഒരു പലഹാര കച്ചവടക്കാരിയാണ്, വീട്ടിൽ നീ കയറി വന്നതേ തെറ്റ്, പിന്നെ തെരുവ് പെണ്ണുങ്ങളല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയാ.
ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്, നമ്മുടെ കുടുംബത്തിൽ നടന്ന പൂജയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, തിരുമേനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതുപോലെ ഭൂമി ഒഴിഞ്ഞതിൽ, ആരതി ഒഴിഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മുടെ തിരുമേനി പറയുകയാണ്, അത് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ എന്താ ആ ഒരു ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ നമ്മുടെ അഞ്ജന കൈവിട്ടപ്പോൾ താഴെ വീണിരുന്നെങ്കിൽ വലിയ അനർത്ഥം സംഭവിച്ചേനെ. പക്ഷെ ഭൂമി ഇങ്ങനെ താങ്ങി പിടിച്ചത് കൊണ്ടാണ് വീടിൻ്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കപ്പെട്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കപ്പെട്ടതെന്ന് പറയാണ് ഇവള് കാരണം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭൂമിക്ക് സന്തോഷമാവുന്നു, മുത്തശ്ശിക്ക് സന്തോഷമാവുന്നു. ആണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പോൾ സത്യം പറയണം, മോളെ നീ കാര്യമാക്കണ്ട, ഭവാനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ കാര്യമാക്കണ്ട എന്ന് പറയാം. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, ഇല്ല സാർ ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം ഞാനൊരു പലഹാര കച്ചവടക്കാരിയാണ്, അപ്പം ഞാൻ ഇവിടെ വന്നതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാനും അന്നേരം കരുതിയില്ല, ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് വിളക്ക് വീഴണ്ടെന്ന് കരുതി താങ്ങി പിടിച്ചതേ ഉള്ളൂ, ഞാനും കരുതിക്കൊണ്ട് ചെയ്തതല്ല എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുവാണ്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെ അടുത്തും പറയാനുണ്ട്. അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം ഉടനെ നടക്കും. ഞാനൊന്ന് കുടുംബക്ഷേത്രം വരെ പോയി വന്നിട്ട് തീയതിയെക്കുറിച്ച് എല്ലാവരോടും പറയാം എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് പിന്നീട് നമ്മുടെ അഞ്ജനയും ഭവാനിയും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നിന്ന്, അപ്പം അജയുടെ കല്യാണക്കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഭൂമിക്ക്. പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭവാനിയും അഞ്ജനയും കൂടെ വീടിന്റെ മറ്റൊരു ഭാഗത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അഞ്ജന പറഞ്ഞ ഓപ്പറേഷൻ സക്സസ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയാം, അത് നമ്മൾ ഇനിയും ശ്രദ്ധിക്കണം, ഇതുവരെ ഒന്നും ആയിട്ടില്ല, സൂക്ഷിച്ച് വേണം ഓരോ ചുവടും വെക്കാൻ. അപ്പൊ സത്യൻ അങ്ങോട്ട് വരാണ്, മോളെ ആർ യു ഹാപ്പി? ഞാൻ വല്യച്ഛ ഞാൻ ഹാപ്പിയാ വല്യച്ഛ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോളെ, വല്യച്ഛൻ ഈ വല്യച്ഛൻ നിന്റെ കൂടെ തന്നെ ഉണ്ടോ? അപ്പൊ ഭവാനി ഒരു കുത്തു കൊടുക്കാണ്, അതിന് വല്യച്ഛനല്ലല്ലോ കൂടെ നിൽക്കേണ്ടത്, അച്ഛനല്ലേ, ഇവർക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നു സാഗർ, നിങ്ങളല്ലേ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യന് ദേഷ്യം വന്ന് സത്യൻ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യാണ്, അഞ്ജന ചോദിക്കുക, അമ്മ കിട്ടുന്ന ഒരവസരം അമ്മ പാഴാക്കരുത് കേട്ടോ. ഇല്ല ഞാൻ പാഴാക്കില്ല, ഗുഡ് എന്നിങ്ങനെ സംസാരിക്കുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജന പറയാണ്, ഞാൻ പോയ പലഹാര കച്ചവടക്കാരി ഒന്ന് കണ്ടിട്ട് വരട്ടെ, ഒക്കെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോവാ. ഇതേ സമയം ഭൂമി എന്ത് ചെയ്യുന്നു, അവിടുത്തെ നിവേദ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്നും ഭൂമി കൊണ്ടുവന്ന തൂക്കുപാത്രങ്ങളെല്ലാം, പലഹാരം കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം എടുത്ത് പോകാനായിട്ട് തുടങ്ങണം. അപ്പൊ അഞ്ജന അങ്ങോട്ട് വരുവാണ്. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അഞ്ജനയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഭൂമി അഞ്ജന എന്നിങ്ങനെ വിളിക്കുക. അപ്പോഴത്തേക്കും എൻ്റെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളുടെ പേര് വിളിക്കുന്നു നീ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും അയ്യോ മാഡം എന്താ മേഡം വിളിച്ചത് എന്നിങ്ങനെ ഭൂമി കളിയാക്കി ചോദിക്കുക. ഓ നീ അധികം ഓവർ സ്മാർട്ട് ആവല്ലേ, പിന്നെ തറയിലിങ്ങി ഒന്ന് നിൽക്ക്, നീ തറയാണെന്ന് എനിക്കറിയാം, പിന്നെ നീ എന്തിനാടി ആ വിളക്ക് പിടിക്കാനായിട്ട് അവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും പറയാം, എനിക്ക് മനസ്സിലായി നിന്റെ പ്രശ്നം എന്താണെന്ന്, ഞാനത് അറിഞ്ഞുകൊണ്ട് കയറി പിടിച്ചാന്നല്ല, എനിക്ക് അന്നേരം അത് പിടിക്കാൻ തോന്നി, ഞാൻ അങ്ങ് പിടിച്ചു, അത്രേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജന ചോദിക്കും, നീ ആരാടി? എടി പൊടി എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. നിന്റെ അടുത്തൊക്കെ എന്ത് മാന്യമായിട്ട് സംസാരിക്കണം, നിനക്കൊക്കെ തെരുവ് സ്റ്റൈലല്ലേ, തെരുവ് പെണ്ണുങ്ങളുടെ സ്റ്റൈലല്ലേ നിനക്ക്. ഈ വീട്ടിൽ കടന്നുകൂടി ആദ്യം നീ മുത്തശ്ശിയുടെ മനസ്സ് അടിച്ചെടുത്തു, അടുത്ത അജയ് ഈ വീട്ടിൽ വന്ന് കയറണമെന്ന് നിനക്ക് ആഗ്രഹമില്ല. അപ്പോഴത്തേക്കും ഭൂമി ഇതെന്തോ വർത്താനം ഈ പറയുന്നേ എന്നുള്ളതല്ലേ. അപ്പൊ നമ്മുടെ അഞ്ജന പറയുകയാണെ, നീ അടുത്തിനി അജയെ മനമയക്കാനല്ലേ നീ നോക്കുന്നത്. അപ്പൊ ഭൂമി ഈ എന്തൊക്കെയാ ഈ കൊച്ച് പറയുന്നത് എന്നുള്ള ലെവലിൽ ചോദിക്കുകയാണ്. അപ്പോൾ നീ ഒരു തെരുവ് സ്റ്റൈലല്ലേ കാണിക്കുന്നു? ആണോ, ഞാൻ തെരുവ് സ്റ്റൈലാണെങ്കിൽ അതിനേക്കാളും തരം താന്ന തെരുവ് സ്റ്റൈലാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും അഞ്ജന പറയാണ്, സൗഭാഗ്യപുരത്തിനുണ്ടല്ലോ ഒരു സംസ്കാരമുണ്ട്. അപ്പോഴത്തേക്കും ഭൂമി പറയാ, സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരമൊക്കെ എനിക്കറിയാം, പക്ഷെ നിനക്കൊരു പൊടിക്ക് സംസ്കാരം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയാ. അപ്പോൾ അഞ്ജന പറയാണ്, നീ ഭൂമി IAS IPS ഒന്നും അല്ലല്ലോ, ചായക്കടക്കാരിയല്ലേ, അവിടെ വന്ന് കുടിക്കുന്നവരുടെ എച്ചിൽ കഴിക്കലും പാത്രം നക്കലും ഒക്കെ അല്ലേ നിന്റെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും പറയാം, എൻ്റെ പൊന്നു മോളെ നീ പോയൊരു ഗൈനക്കോളജിസ്റ്റിനെ ആദ്യം കാണ്. എന്തിനാണ് ഞാൻ കാണുന്നത് എന്നിങ്ങനെ ഭൂമി ചോദിക്കുകയാണ്. അല്ല ഭൂമി ചോദിക്കുകയല്ല, അഞ്ജന ചോദിക്കണം, അത് നീ ക്യാരിങ് ആണെന്ന് തോന്നുന്നു, കാരണം ഇത്രയും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ എടി അല്ലറുണ്ട നീ എന്നിങ്ങനെ ഭൂമി പറയാണ്. വളരെ ഷെയിംഫുൾ ആണ്, നീ ഒരു ചായക്കച്ചവടക്കാരിയല്ലേ, നീ ഇങ്ങനെ പാത്രം കഴുകി ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ കുറെ ഡയലോഗ് അടിച്ചു വിടുകയാണ് ആര്, നമ്മുടെ അഞ്ജന. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, ഭൂമി തിരിച്ച് അങ്ങനെയല്ല, ഭൂമി തിരിച്ച് ഇംഗ്ലീഷിൽ നല്ല മാസ് ഡയലോഗ് വെച്ചിട്ട് അങ്ങനെയല്ല, എൻ്റെ കടയിൽ വരുന്ന ആൾക്കാരുടെ ഇത് നോക്കുന്നതാണെന്നൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. എന്തായാലും നീ ചായ എച്ചിരി കഴുകുന്നവളല്ലേ, ഫാദർലെസ് പരിപാടിയാണ് നീ എൻ്റെ അടുത്ത് കാണിച്ചതെന്നിങ്ങനെ പറയാം. അപ്പോൾ ഭൂമി അത്രയും നേരം കാര്യമൊക്കെ എടുത്തില്ല. ഭൂമി മലയാളത്തിൽ പറയടി, നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ, എനിക്ക് തന്ത ഇല്ലാത്ത പരിപാടി ഞാൻ കാണിച്ചെന്നല്ലേ പറയണം. അതെ, തന്ത ഇല്ലാത്ത പരിപാടി തന്നെ നീ തന്നെ അങ്ങനെ തന്നെയാണ് നീ കാണിച്ചത്. ഇനി അഥവാ നിനക്കൊരു തന്തയുണ്ടോ, ഉണ്ടെങ്കിൽ അയാളൊരു പരമച്ചെറ്റയായിരിക്കും എന്നിങ്ങനെ അഞ്ജന പറയാണ്. ഭൂമി ഒന്നും ചിന്തിക്കുന്നില്ല, അടിച്ച് കാവാല കുറ്റി നോക്കി പൊട്ടിക്കുകയാണ് ഒരെണ്ണം. നല്ല തല്ലും കെട്ടി അഞ്ജന അടച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ആര് വരുന്നു, നമ്മുടെ അജയ് കൃത്യസമയത്ത് തന്നെ കയറി വരുന്നു.
അജയ് നേരെ ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, എന്താണ് വീട്ടിൽ കയറി നീ തല്ലാനും തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുക. നീ അങ്ങനെ അത്രയ്ക്ക് ധൈര്യമെങ്കിൽ നീ എന്നെ തല്ലേ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ഭൂമി പറഞ്ഞു, എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ തല്ലിയിരിക്കും, എനിക്ക് വധശിക്ഷ തന്നാലും ഞാൻ തല്ലും, ഇനി സാറ് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സാറിനെ ആയാലും എന്ത് ചെയ്യും, തല്ലിയിട്ട് ഈ ഭൂമി പോവൂ, എന്നെ തന്തയില്ലാത്തവളെന്ന് ഒരു മനുഷ്യരെയും വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. എന്നിട്ട് വീടിൻ്റെ മുറ്റത്തൊരു സൈഡിൽ പോയി നിന്ന് തൻ്റെ കവറും സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് കരയുവാണ്. പിന്നീട് നമ്മുടെ മുകളിലത്തെ നിരയിൽ നിന്നൊക്കെയാണ് ഭവാനി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ നിരയിൽ നിന്നും അച്യുതൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു. അച്യുതനെ നമ്മുടെ യാദൃശികമായിട്ട് ഭവാനി കാണുന്നു, അച്യുതനും കാണുന്നു. എന്നിട്ട് അച്യുതൻ മോൻ കൊടുക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി പറയുവാണ്, ഇയാൾ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടുന്നത്, ഇനി ഒരു പക്ഷെ അഭിരാമി ഇയാൾ കൊന്നു കാണത്തില്ലേ, അതുകൊണ്ടാണോ ഇയാൾ ഓടുന്നത് എന്നിങ്ങനെ ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മാധവൻ റൂമിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദാ വരുന്നു, 10 ലക്ഷത്തിന് കാര്യമില്ലേ, അതിപ്പോൾ എത്തിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് മാധവൻ കുറച്ച് 2 കെട്ട് നോട്ട് 500 രൂപ 2 കെട്ട് നോട്ടും എടുത്തുകൊണ്ട് പോവാണ്. ഏതോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് കാറിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് മാധവന്റെ കയ്യിലെ ചാവി താഴെ വീഴുന്നു. മാധവന്റെ കയ്യിലെ ചാവി എടുക്കാനായിട്ട് മാധവൻ കുഴിയുമ്പോൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, തന്റെ കയ്യിലുള്ള 2 കെട്ട് നോട്ട് താഴെ വീഴുന്നു. ബാക്കി കയ്യിലുള്ള ഒരു കെട്ടും കൊണ്ട് മാധവൻ അറിയാതെ കാറിൽ കയറി പോകുന്നു. ഇത് ഭൂമി ദൂരം എന്ന് കാണുന്നു. അപ്പോൾ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാധവൻ അത് കേൾക്കാതെ കാറിൽ കയറുവാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഭൂമി ഓടിപ്പോയി ആ കാശ് എടുക്കുവാണ്. കാശ് എടുക്കുമ്പോൾ തന്നെ ഭൂമിയുടെ മനസ്സിൽ സർജറിയുടെ കേസ്, സർജറിക്കായിട്ട് 16 ലക്ഷം രൂപ വരെ വേണ്ടി വരും എന്ന് പറഞ്ഞ കാര്യം ഭൂമിക്ക് ഓർമ്മ വരികയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുക, അയ്യോ ഭൂമി ഈ കാശെങ്ങാനും ഇനി മോഷ്ടിക്കോ എന്നിങ്ങനെ നമുക്ക് തോന്നും. പിന്നെ ദെൻ കാണിക്കുന്നത് അവിടെ നിന്ന് അപ്പച്ചി, അതായത് നമ്മുടെ സംഗീതയും അഞ്ജനയും കൂടെ സംസാരിക്കുകയാണ്. നിന്നെ നീ എൻ്റെ മരുമകളാവാൻ പോകുന്നവളാ, അമ്മായിപ്പോരൊക്കെ പ്രതീക്ഷിക്കാം, എനിക്ക് അമ്മായിപ്പോരൊന്നും വേണ്ട, എൻ്റെ പഴയ അപ്പച്ചി ആയിട്ടിരുന്നാ മതി എന്നിങ്ങനെ അഞ്ജന പറയുവാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട്, എന്താ അമ്മായിപ്പോരുടെ കാര്യമൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഭൂമി അങ്ങോട്ട് വന്നിട്ട് പറയാം, മുത്തശ്ശി ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ പറയാം, മോളെ ശരി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഇത് മാധവൻ സാറിന്റെ കയ്യിൽ നിന്ന് വീണതാണ്, സാർ പെട്ടെന്ന് പോയപ്പോൾ വീണതാണെന്ന് പറഞ്ഞ് ഭൂമി ആ കാശ് തിരിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, മുത്തശ്ശി പറഞ്ഞു, നീ അല്ലെങ്കിൽ വേറെ ആരും ഇത് തരത്തില്ലായിരുന്നു മോളെ, ഇത്രയും കാശ് അവർ കൊണ്ടുപോയേനെ, ഇത് മുത്തശ്ശിയുടെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 4-5 നോട്ട് ഇങ്ങനെ പിഴുതെടുത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമിക്ക് കൊടുക്കുവാണ്. അപ്പൊ ഭൂമി പറഞ്ഞ, വേണ്ട മുത്തശ്ശി, ഇതെനിക്ക് വേണ്ട, ഞാനത് മേടിച്ചു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്ന പോലെ ആയിപ്പോ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോവാണ്. അപ്പോഴത്തേക്ക് അഞ്ജനയ്ക്ക് ഇതെല്ലാം കൊണ്ട് കല്ലി പൊട്ടുക. അപ്പൊ നമ്മുടെ സംഗീത പറയാം, എന്തൊരു നല്ല മോള അല്ലേ അമ്മേ അവള്, അതേ മോളെ അവള് നല്ലൊരു മോളാ ഭൂമി എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് അഞ്ജന പറയണേ, അവള് നല്ലവളൊന്നുമല്ല, ആരെങ്കിലും കണ്ടു കാണും ഇവള് പൈസ എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും തിരിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ അടിച്ച് മാറ്റിയേ എന്ന് പറയാം. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയടി, ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടോ, അവള് ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിലാണെന്ന് കരുതി അവൾ എന്തും പറയാൻ നമുക്ക് കരുതരുത്. നീ ഇവിടെ വന്ന് പിറന്നത് നിന്റെ വലിയ ഗുണം കൊണ്ടൊന്നും അല്ല, ഭൂമി അവിടെ പിറന്നത് ഭൂമിയുടെ വലിയ കഴിവുകേടും അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോണ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നിറച്ച് കിട്ടുവാണ് ആർക്ക്, നമ്മുടെ അഞ്ജനയ്ക്ക്. പിന്നീട് നമ്മുടെ അച്യുതന്റെ വീടാണ് കാണിക്കുന്നത്. അംബിക കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അച്യുതൻ വരുന്നത്, എൻ്റെ പൊന്ന് അച്യുവേട്ടാ, നിങ്ങളിത് എവിടെയായിരുന്നു, അത് പായസം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും അച്യുതൻ പറയുകയാണ്, അത് ഞാൻ അവിടെ പോയിട്ട് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, ഭൂമിയുടെ കാര്യം പറഞ്ഞ് അവർക്ക് 100 നാവ, ഭൂമി നമ്മുടെ ഭാഗ്യമാണെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഭാഗ്യം നമ്മുടെ കൈവിട്ട് പോകുമോ എന്ന് എനിക്കൊരു സംശയം എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് അംബിക ചോദിക്കാൻ, എന്താ അച്യുവേട്ടാ ഇപ്പൊ അങ്ങനെ, കുറെ നാളായല്ലോ ഇപ്പൊ ഇതുപോലത്തെ സംസാരം, അതൊക്കെ വിട്ടേക്ക്, ഇപ്പൊ ആരെങ്കിലും അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു, ഇല്ലല്ലോ, നമുക്ക് പിന്നെ അത് കളയാം എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് അച്യുതൻ കൂടുതൽ കാര്യങ്ങൾ അംബികയുടെ അടുത്ത് പറയുന്നില്ല. ഒരു പക്ഷെ അംബികയുടെ അടുത്ത് ഭൂമിയെ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടിയെന്നായിരിക്കാം ചിലപ്പം അച്യുതൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, അച്യുതൻ ഉണ്ടെന്ന് ചിന്തിക്കണം, അയ്യോ മോൾ ഇതുവരെ വന്നില്ലല്ലോ, ഇനി ഭവാനി മേഡം എങ്ങാനും തിരിച്ചറിഞ്ഞോ എൻ്റെ മോളാണ് അവളെന്ന്, വിട്ടുകൊടുക്കില്ല എൻ്റെ മോളെ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയാം. അപ്പോഴത്തേക്കും ഭൂമി സ്കൂട്ടറിൽ അങ്ങോട്ട് വരുവാണ്. എന്താ അച്ഛാ എന്നെ കാണാതെ പോയേ? പറയണം, അത് വലിയ വീടല്ലേ മോളെ, അപ്പം ഞാൻ അവിടെ നിന്ന് നിൽക്കണ്ടെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ഭൂമി പറയണോ, എൻ്റെ അച്ഛനെക്കാളും വലിയ ആൾ അവിടെ ആരാ ഉള്ളത്? അച്ഛാ പിന്നില്ലേ അവിടുത്തെ മുത്തശ്ശി അടിപൊളിയായിരുന്നു എന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛന് ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയാം, എനിക്കും അതുപോലെ ഒരു മുത്തശ്ശി വേണം. ഇപ്പൊ പിന്നെ ഓഫേഴ്സിലൊക്കെ എക്സ്ചേഞ്ച് മുത്തശ്ശികളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോമഡി ഒക്കെ അടിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, ജനിക്കുന്നെങ്കിൽ അതുപോലത്തെ ഒരു കൂട്ടു കുടുംബത്തിലായിരിക്കണം ജനിക്കേണ്ടത്, സൗഭാഗ്യപുരം പോലെ. ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാനായിട്ട് അവിടെ എന്തോരം മനുഷ്യരാണുള്ളത്, മുത്തശ്ശി, വല്യച്ഛൻ, അപ്പച്ചി, അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേരുകൾ പറയാം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നമ്മുടെ അച്യുതൻ ഇവൾ യഥാർത്ഥത്തിൽ ആ വീട്ടിലെ ആണല്ലോ, എന്നിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറയുകയാണല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ അച്യുതന്റെ മനസ്സിൽ വരുവാണ്. അങ്ങനെ അച്യുതൻ ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അടുത്ത എപ്പിസോഡ് എന്താണെന്ന് പ്രൊമോ നോക്കി ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം.
കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഈ ആഴ്ച നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊമോ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ചാനലല്ല, നമ്മുടെ മൂൺലൈറ്റ് മീഡിയ പ്രൈമിലാണ്. അപ്പോൾ മൂൺലൈറ്റ് മീഡിയ പ്രൈമിലോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് അവിടെ അടുത്ത എപ്പിസോഡിന്റെ പ്രൊമോയും അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ ഡീകോഡിങ്ങും ഒക്കെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.